നിനക്ക് പ്രാന്താണെന്നാണ് നാട്ടുകാർ. ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ആദ്യം തന്നെ ചോദിക്കുന്നത് എന്റെ സ്വന്തം ഭാര്യയോടാണ്. 12 വർഷം മുമ്പാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ ഇപ്പോ പ്രേക്ഷകരുടെ മുമ്പിൽ, എന്റെ ഫാമിലി കൂട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് പരസ്യമായിട്ട് തന്നെ ചോദിക്കാം, എന്റെ ഭാര്യ എന്ന നിലയിൽ നീ എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് കുന്നോളം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിന്റെ പ്രതീക്ഷ, നിന്റെ ആഗ്രഹം എന്താണ്? എന്താ ആ കെയറിൽ തന്നെ 4-5 ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഘടകങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് അവർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. കെയർ എന്ന് സ്ത്രീ ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും നിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ എന്റെ സാമീപ്യം എന്നും നിന്റെ കൂടെ ഉണ്ട്. ഞാൻ സാമീപ്യം അല്ലാതെ ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചത് കുറച്ച് പുറകിലാണ്. അതേസമയം സ്ത്രീ പുരുഷന്മാർ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ മാക്സിമം ആ എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ചെറിയ തോന്നലുകൾ അവർക്ക് നൽകുന്നത് ജീവിതത്തിന് ഒരുപാട് മാലിന്യം കൊടുക്കും. ഓക്കെ, ഇതുവരെ എനിക്ക് രഹസ്യം അറിയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞു തന്നത് കൊണ്ട് ഇനി ഞാൻ പോകുന്നിടത്ത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. സ്ത്രീകളിൽ ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ ഫാമിലി ഫ്രണ്ട്സുകളെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓരോ ഭാര്യയിലുമുള്ള ആദ്യത്തെ പ്രതീക്ഷ പറഞ്ഞു എപ്പോഴും നിങ്ങൾ, പക്ഷെ അതിനകത്ത് കുടുംബജീവിതത്തിന്റെ വലിയ മധുരം ഒളിച്ചിരിപ്പുണ്ട്. പുരുഷന്മാർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. ഇത്രയൊക്കെ പക്വതയില്ലേ, മച്ചൂരിറ്റി ആയില്ലേ, ഇത്ര 2 മക്കളുടെ അമ്മയാണ് പുരുഷന്മാർ പക്ഷെ ചോദിക്കും. പക്ഷെ സ്ത്രീ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിസ്സാര കാര്യങ്ങളാണ് സ്ത്രീക്ക് ഏറ്റവും വലുത്. ഏറ്റവും വലുത് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്നത്തെ ജീവിതം ആ ദിവസം എങ്ങനെ പോകുന്നു. വളരെ മധുരമായിട്ടുള്ളത് കെയർ എന്നാണ് പറയുക. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഏകദേശം 50% സ്വപ്നങ്ങൾ പോലും ഇപ്പൊ എനിക്ക് നടന്നിട്ടുണ്ട്. ഇനി ഒരു 50% ഉണ്ട്. അതിപ്പോ എന്റെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ഒരിക്കലും അത് ഇപ്പൊ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഇവിടെ എന്തിനു വന്നു? എന്ത് വേണം? കെയർ എന്നാണ് പറയുക. ഈ പറമ്പിലുള്ള തേങ്ങ പറിക്കാതെ എനിക്ക് ജീവിച്ചൂടെ? ആ ഒട്ടുപാല് പറിക്കാൻ പോരടി. ഈ പറമ്പിലുള്ള തേങ്ങ പറിക്കാതെ എനിക്ക് ജീവിച്ചൂടെ? ആ ഒട്ടുപാല് പറിക്കാൻ പോരടി. ഓരോ സ്ത്രീക്കും അവരുടെ ഉള്ളിലുള്ള അവകാശമാണത്ര സദാസമയം ഭർത്താവിന്റെ കെയർ എന്നാണ് പറയുക. ഇപ്പൊ പുരുഷനായ എന്റെ തലയും സ്ത്രീയായ ഇവളുടെ തലയും എടുത്ത് നോക്കി ഇച്ചിരി വലിപ്പം എന്റെ തലക്ക തോന്നിക്കുക. പക്ഷെ അകത്തുള്ളത് ആർക്കാ കൂടുതലെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? സ്ത്രീക്കാണ്. സത്യമാണ് പറഞ്ഞത്. കെയർ എന്നാണ് പറയുക.